നമസ്കാരം. നവീൻ ബാബുവിന്റെ കേസുമായി ബന്ധപ്പെട്ട് മഞ്ജുഷ സമർപ്പിച്ച CBI അന്വേഷണം നടത്തണമെന്ന ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് മഞ്ജുഷ മേൽക്കോടതിയായ സുപ്രീം കോടതിയിലേക്ക് ഒരു ഹർജിയുമായി പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിണറായി സർക്കാരിന് നവീൻ ബാബുവിന്റെ കേസുമായി ബന്ധപ്പെട്ട് ഒന്നും മറയ്ക്കാനില്ലെങ്കിൽ അഥവാ ഒന്നും ഒളിക്കാനില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും സംസ്ഥാന സർക്കാർ തന്നെ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യാമായിരുന്നു. കാരണം CBI എന്ന കേന്ദ്ര ഏജൻസിക്ക് ഒന്നേ ഹൈക്കോടതിയുടെയോ സുപ്രീം കോടതിയുടെയോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെയോ ശുപാർശ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഏതൊരു സംസ്ഥാനത്ത് വന്ന് അന്വേഷണം നടത്താൻ സാധിക്കുകയുള്ളൂ. നവീൻ ബാബുവിന്റെ കേസിൽ അതൊരു കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്നൊരു സംശയമുണ്ട്. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ തന്നെ വെളിപ്പെടുത്തിയതാണ് നവീൻ ബാബുവിൻ്റെത് ഒരു ആത്മഹത്യ അല്ല ഒരു കൊലപാതകമാണെന്ന രീതിയിൽ. കാരണം ആദ്യം തന്നെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലും രണ്ടും രണ്ട് രീതിയിലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ദുരൂഹത നിലനിൽക്കുന്നത്. ഈ ദുരൂഹത മാറി വ്യക്തത വരണമെങ്കിൽ കേന്ദ്ര ഏജൻസിയുടെ സ്വതന്ത്രമായ ഒരു അന്വേഷണം നടന്നേ തീരൂ എന്നതാണ് യാഥാർത്ഥ്യം. നിലവിൽ ഇപ്പോൾ മഞ്ജുഷ പുതിയ ഗവർണർ കേരള ഗവർണർ ആർ ലേഖരെ കാണാൻ ഒരു നീക്കം നടത്തുന്നു എന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. കാരണം കണ്ണൂരിലെ പുതിയതായി ചാർജ് എടുത്ത DIG യതീഷ് ചന്ദ്രയും കൂടി ഉണ്ടാകും എന്ന തരത്തിലും ഒരു വാർത്ത വരുന്നുണ്ട്. ഗവർണർ എന്നാൽ ഒരു സംസ്ഥാനത്തിന്റെ ഭരണ തലവൻ ആയതുകൊണ്ട് തന്നെ മഞ്ജുഷ നവീൻ ബാബുവിന്റെ കേസ് ഗവർണറുടെ മുമ്പാകെ അവതരിപ്പിക്കും. സ്വാഭാവികമായി ഗവർണർ സംസ്ഥാന സർക്കാരിനോട് ഒരു റിപ്പോർട്ട് ആവശ്യപ്പെടും. നിങ്ങൾക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത്, ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം എന്താണെന്ന്. ഗവർണർ ചെയ്യാൻ പോകുന്നത് ഒന്ന് ഗവർണറുടെ നേതൃത്വത്തിൽ ഗവർണർ തന്നെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ കേസ് അന്വേഷിച്ച് ഗവർണർ തന്നെ ഒന്നേ മേൽനോട്ടം വയ്ക്കും. അല്ലെങ്കിൽ രണ്ടാമത് ഗവർണർ ഈ കേസ് ഒരു സമഗ്രമായ ഒരു റിപ്പോർട്ട് രാജ്ഭവന്റെ കേന്ദ്ര മന്ത്രാലയത്തിന്, അതായത് കേന്ദ്ര സർക്കാരിലേക്ക്, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലേക്ക് അയക്കും എന്നതാണ് യാഥാർത്ഥ്യം. അമിത്ഷായുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇതൊരു ദേശീയ ശ്രദ്ധയായിട്ട് കൊണ്ടുവരാൻ ഒരു നീക്കവും ഗവർണറുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം നവീൻ ബാബുവിന്റെ കേസുമായി ബന്ധപ്പെട്ട് ഒരു പെട്രോൾ പമ്പ് ഇതിനകത്ത് വരുന്നുണ്ട്, കൂടാതെ ഭൂമി ഇടപാട് വരുന്നുണ്ട്, അപ്പോൾ പിന്നെ ഇതൊരു ബിനാമി ഇടപാട് ഉൾപ്പെടെ വരുന്നുണ്ട്. അപ്പോൾ PP ദിവ്യയെ അടക്കം ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ബിനാമി പ്രോപ്പർട്ടി ചെയ്തിട്ടുണ്ടോ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥരിനകത്ത് ബിനാമി ഇടപാട് നടത്തിയിട്ടുണ്ട് എന്നടക്കം ആദ്യമേ തന്നെ വാർത്തകൾ വന്നതാണ്, ആദ്യമേ തന്നെ ഒരു ഗൗരവമായ കാര്യങ്ങൾ വന്നതാണ്. അപ്പോൾ ഇതെല്ലാം കേന്ദ്രത്തിന്റെ ഒരു കൺട്രോളിലേക്ക് കൊണ്ടുവന്ന ഒരു സ്വതന്ത്രമായ ഒരു അന്വേഷണം നടത്താനാണ് മഞ്ജുഷ ഇപ്പോൾ ഗവർണറെ കണ്ട് ഈ കാര്യം ബോധ്യപ്പെടുത്താൻ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സംസ്ഥാന സർക്കാരിന് ഇതൊരു വലിയ തിരിച്ചടി തന്നെ ഉണ്ടാവും. കാരണം നമുക്കറിയാം പെരിയ ഇരട്ടക്കൊല കേസുമായി ബന്ധപ്പെട്ട് CBIയുടെ കയ്യിലേക്ക് അന്വേഷണം എത്താതിരിക്കാൻ വേണ്ടി കോടികളാണ് പിണറായി സർക്കാർ ഒതുക്കിയത്. അത് മാത്രമല്ല, കോടതി പറഞ്ഞിട്ടും ഹൈക്കോടതി പറഞ്ഞിട്ടും CBIയുടെ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ട് പോലും പെരിയ കൊലക്കേസുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച ഫസ്റ്റ് റിപ്പോർട്ടുകളൊന്നും തന്നെ, ആ ഡയറികളൊന്നും തന്നെ ക്രൈംബ്രാഞ്ച് വിട്ടു നൽകില്ല. അവസാനം CBI പ്രത്യേക അധികാരം ഉപയോഗിച്ച് അവിടെ റെയ്ഡ് നടത്തി സാധനങ്ങൾ ഫൈൻഡിങ്സ് എല്ലാം അവരെടുത്തുകൊണ്ട് പോയത് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ നവീൻ ബാബുവിന്റെ കേസുമായി ബന്ധപ്പെട്ട് ഇനി ഗവർണറുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം നടക്കാൻ ഉള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല എന്നതാണ്